എന്തൊക്കെയാണ് മക്കളെ ഇവിടെ നടക്കുന്നത്? ചിരി വന്നിട്ട് വയ്യ. കാരണം ചിരിക്കാനുള്ള പണികളാണല്ലോ ഒപ്പിച്ചു വെക്കുന്നത്. BJP-ക്കാരുടെ കൂടെ പ്രചരണത്തിന് പോകണം. കുറച്ച് കഴിയുമ്പോൾ BJP-ക്ക് വോട്ട് ചെയ്തെന്ന് പറയും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ പറയും ലിസിദേ നിൻ്റെ കൂടെ ഞാൻ പ്രചരണത്തിന് വരട്ടെ എന്ന് ചോദിക്കും. അപ്പം ലിസിദ പറയും പാർട്ടിക്കാർ സമ്മതിക്കൂല എന്ന് പറയും. അപ്പം കുറച്ച് കഴിയുമ്പോൾ ലിസിദേനെ ഫുൾ തെറി. വീട്ടിലുള്ള പട്ടീനെയും പൂച്ചേനെ കൊണ്ട് വരെ ലിസിദേനെ തെറി വിളിപ്പിക്കും. എന്നിട്ട് പറയും നീ ഇലക്ഷന് തോറ്റുപോട്ടെ, നീ ഇലക്ഷന് തോറ്റുപോട്ടെ എന്ന് പറഞ്ഞ് ഈ പ്രാക്കാണ്. അന്തസ് വേണോടി, അന്തസ് നാണോണ്ടോടി നിനക്ക് ചൂലേ? അതില്ലാത്ത ഈ ചെറ്റയായ നീ ചെറ്റ സ്വഭാവം കാണിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അവിടെ പോയിട്ട് ലിസിദയുടെ കാല് പിടിക്കും, ഇവിടെ വന്നിട്ട് BJP-ക്കാരുടെ കാല് പിടിക്കും. എന്നിട്ട് ഇവർ അമ്പിനും വില്ലിനും അടുക്കാണ്ടാവുമ്പോൾ BJP-ക്കാരെ തെറി വിളിക്കും. ഇതാണ് ഇപ്പം നടക്കുന്നത്. അത് കണ്ടിട്ടാണ് എനിക്ക് ചിരി വരുന്നത്. കാരണം മനുഷ്യനായ ഇച്ചിരിയെങ്കിലും ഉളുപ്പ് വേണോടി. ചേച്ചിക്ക് ഇപ്പോൾ ഒരു നിർവാഹമില്ല, ഒരു നിർവ്വാണവും ഇല്ല. അപ്പം ഈ കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ അപ്പുറത്ത് പോയി കെഞ്ചു. ഒരു പാൽക്കുപ്പി മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ പാൽക്കുപ്പി വന്നിരുന്ന് എന്താണ്ടൊക്കെയോ പറയുന്നു. വള്ളി പുള്ളി തെറ്റാണ്ട് പഠിപ്പിച്ച് വിട്ട പോലെ തന്നെ ഇരുന്ന് പറയുന്നുണ്ട്. ഇനി എവിടെയെങ്കിലും എഴുതി ഒട്ടിച്ച് വെച്ചിട്ട് അത് നോക്കി വായിക്കുന്നതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്തായാലും വള്ളി പുള്ളി തെറ്റിയിട്ടില്ല, അതുപോലെ അച്ചട്ടായിട്ട് പറയുന്നുണ്ട്. മക്കളായാൽ ഇങ്ങനെ തന്നെ വേണം, നല്ല അനുസരണം, നല്ല ബോണ്ടി. അപ്പം മക്കൾ ഇതിനു മുമ്പ് കുറച്ച് നാൾക്ക് മുമ്പ് എനിക്കൊരു മറുപടി ഇതുപോലെ തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പതാ ലിസിദേച്ചിക്കും കൊടുത്തിരിക്കുന്നു. എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ എന്താണ് പറയുന്നതെന്നൊരു ചെറിയ ബോധം പോലും ആ കുഞ്ഞിനുണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണോ കുഞ്ഞ് നീ വർത്താനം പറയുന്നത്? ഞാൻ കൂടുതൽ പറയുന്നില്ല. അതിന് മുമ്പ് ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമായിട്ട് മനസ്സിലാവും. കണ്ടോ എന്റെ രണ്ട് കൈ കണ്ടോ? എന്താ ഞാൻ ഈ രണ്ട് കൈ ഇങ്ങനെ എടുത്തു വെച്ച് കാണിക്കുന്നതെന്നല്ലേ? എനിക്ക് ചെറിയൊരു ഫോൺ കോള് എന്താന്നല്ലേ? നമ്മുടെ ഈ കണ്ണനെ ഇനിയും വരച്ച് മുമ്പോട്ട് പോവുകച്ചാല് കൈ വെട്ടു എന്നാ പറയുന്നത്. കൈ വെട്ടു എന്ന് പറഞ്ഞിട്ടല്ലേ ഇപ്പൊ നിങ്ങൾ വിളിച്ചിട്ടുള്ളൂ? തല വെട്ടു എന്ന് പറഞ്ഞിട്ട് ഇതിന് മുമ്പ് എൻ്റെ ഉപ്പാപ്പ വിളിച്ചിട്ട് ഞാൻ പേടിച്ചിട്ടില്ല. പിന്നെ അല്ലേ ഇജ്ജ് വിളിച്ചിട്ട്. അപ്പൊ ഈ കൈ വെട്ടും തല വെട്ടും എന്നൊക്കെ പറയുമ്പോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനങ്ങ് പേടിച്ചു പോകുന്നു. ചുമ്മാതാ. ഇതൊന്ന് ഇഷ്ടം പോലെ ഉണ്ട് കേൾപ്പിച്ച്. ഒരു മുന്ന തനിക്ക് അമ്മയാവാൻ പറ്റാത്തത് ട്രീറ്റ്മെന്റ് ചെയ്യാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞ ഒരു മുന്ന ഗർഭപാത്രത്തിന് ക്യാൻസർ ആയതുകൊണ്ട് ഗർഭപാത്രം തന്നെ റിമൂവ് ചെയ്തൊരു മുന്ന പറയുന്നത് തനിക്ക് കുഞ്ഞുങ്ങളില്ലാത്തത് ട്രീറ്റ്മെന്റ് നടത്താത്തത് കൊണ്ടാണ്, അതുകൊണ്ട് തനിക്ക് ഓർഡർ തരണം. അത് കേട്ടൊരു തെരുത്തള്ള, ഞാൻ ഏതോ മതവിശ്വാസി ആയിക്കോട്ടെ, ഞാൻ വാങ്ങും മകളോട് ഒരു ഫോട്ടോ. ഇത് ഗർഭപാത്രമില്ലാത്ത ആൾക്ക് പോലും ട്രീറ്റ്മെന്റ് എടുത്താൽ കുട്ടികൾ ഉണ്ടാവും എന്നുള്ള ഈ രീതിയിലാണ് ആ സ്ത്രീ പറയുന്നത്. പിന്നെ നമ്മളെ ഒടുക്കമ്മലത്തെ പുള്ളച്ചേച്ചിന്റെ വീഡിയോസ് ഒന്നും കാണാറില്ല. കാരണം ജസ്റ്റിന്റെ വിവരങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞ സമയത്ത് കാമുകനെ കൊന്ന് പെട്ടിയിലാക്കി വെള്ളത്തിലൊക്കിയ പെണ്ണുങ്ങള് 3-ാം ഘട്ടം 2-ാം ഘട്ടം 3.5 വയസ്സുകാരിയായ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ടാണ് ആ തള്ളച്ചിയും പോയത്. കോണകത്ത് ചേച്ചി. ആ ചേച്ചി എന്താണെന്നറിയോ? നമ്മുടെ പറയാൻ പാടില്ല, ഒരു പെൺകുട്ടിയാണ്. എന്നാൽ പോലും ഈ വണ്ടിക്ക് ബോണ്ടും ഡിക്കിയും ഉണ്ട്, അതേപോലെ ഒരു സ്ത്രീക്കും ഉണ്ടാവുക. അത്രമേൽ വൾഗറായിട്ട് എന്ന് പറയില്ലേ, വൾഗറായിട്ട് നിന്ന് ഫോട്ടോ എടുത്തിട്ട് നമ്മൾ മാന്യമായിട്ട് കിടന്ന് പറയുന്ന ഒരു പെണ്ണുങ്ങൾ. അങ്ങനത്തെ കുറെ സ്ത്രീകൾ, ഈ സ്ത്രീകളുടെയൊക്കെ വിചാരം അവരാണ് പതിവ്രത. അവരോ കട്ടിലിന്റെ ചുവട്ടില് ഓരോരുത്തരെ ഒളിപ്പിക്കുക. അതേപോലെയാണ് ഓരോരോ പെണ്ണുങ്ങൾ. ഒരു സ്ത്രീ കുറേ സ്ത്രീകളെ പറ്റിയിട്ട് പറയുന്നതാണ് കേൾക്കുന്നത്. ഗർഭപാത്രമില്ലാതെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ നടക്കുന്നത്, രാഷ്ട്രീയം കളിച്ച് കാമുകൻ ഫോട്ടോക്കാരൻ്റെ കൂടെ പോയത്, കെട്ടിയവനെ വെട്ടിക്കൊന്ന്, അല്ല കെട്ടിയവനല്ല കാമുകനെ വെട്ടിക്കൊന്ന് പെട്ടിയിലാക്കി വെള്ളത്തിൽ ഒഴിക്കുക പെണ്ണുങ്ങൾ.
വൾഗറായിട്ട് നിന്നിട്ട് നമ്മൾ മാന്യമായിട്ട് നിൽക്കണം എന്ന് പറയുന്നത് വേറെ അത്രയും ലിസ്റ്റിലുണ്ട്. വേറെ ആരും ഉണ്ടോ? പിന്നെ നമ്മളെ കഴുത്തള്ള അതല്ല അതെന്ന് വെച്ചാല് നീ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? വയ്യെ പോകുന്ന ആളുകളോടും പെണ്ണുങ്ങളോടും തന്നെ അതിൽ കാമം തോന്നുന്നത് തള്ള ഒരു മകന്റെ തള്ള. എന്നിട്ട് നമ്മൾ സത്യാവസ്ഥ പറഞ്ഞ സമയത്ത് മോനത്തന്റെ വീഡിയോയിൽ കാണിക്കാൻ പേടി തള്ളച്ചു. കാരണം പാൽക്കുപ്പീനെ കൊണ്ട് വർത്താനം പറയിപ്പിക്കുന്നത് മാസ്ക് വെച്ചിട്ടാണല്ലോ. അപ്പൊ ഇങ്ങക്ക് പേടിയില്ല? അറിയപ്പെട്ടു പോകുമോന്നുള്ള പേടി. അവനുണ്ടല്ലോ, അവനാണോ പെണ്ണൊന്നുമില്ല ആരോടും. ഈ തള്ളനോട് തന്നെ തള്ളൻ തന്നെ പഠിച്ചിട്ടുണ്ട്. അതിന്റെ വീഡിയോസ് തന്നെ തള്ളൻ നേരത്തെ പോസ്റ്റ് ചെയ്തത്. ഇപ്പം മാത്രമല്ല കേട്ടോ, നമ്മുടെ ഈ ബ്രസ്റ്റിന്റെ താഴെയായിട്ട് പിടിച്ചിട്ടുള്ള ഒരു വീഡിയോസ് അവൻ കിടന്ന് അമർത്തുക, തള്ളാതെ ആസ്വദിക്കും. ഒരു തള്ളയും മോനും ആണെന്നുള്ളൊരു ചിന്താഗതിയാണ്. കേട്ടല്ലോ, ഒരു തള്ളയാണ് വേറെ സ്ത്രീകളെ കുറിച്ചിട്ട് പറയണത്. ഇനിയുണ്ട് കേൾപ്പിച്ചൊരു ഇഷ്ടം പോലെ. ഇതാരാ പറയണത്? ഞാമിനില്ലയോ? ഞാൻ നേരത്തെ കൂടെ പറഞ്ഞതാണ്, കൂടെ അറിഞ്ഞുകൊണ്ട് വിചാരിച്ചിട്ട്. അപ്പൊ നമ്മുടെ തെരുത്താത്തല്ലേ വെടിപ്പുര ബീവിന്റെ മൂത്ത മകന്റെ ലീലാവിലാസങ്ങൾ പുറത്തിട്ട് ഓൾറെഡി ഒരു കാമപ്രാന്താണെന്നുള്ള നമുക്കറിയാം. അത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഫുള്ള് മറ്റേ ഡ്രസ് ഒക്കെ കാണിക്കുന്ന രീതിയിൽ ഡ്രസ് ഒന്നും ഇടാണ്ടാണ്. അപ്പൊ തെരുത്താത്തനോട് എനിക്ക് പറയാനുള്ളത്, വെറുതെ അല്ലല്ലേ മോൻ കയറി ലിപ്ലോക്കൊക്കെ അടിക്കുന്നത്. ലിപ്ലോക്ക് അടിക്കുന്ന മാത്രല്ല കേട്ടോ, ഒരു വീഡിയോസ് കണ്ടിട്ട് ആ പെണ്ണുങ്ങളെ ബാക്കിൽ വന്നിട്ട് ഇങ്ങനെ പിടിക്കാണ്, എന്നിട്ട് ഇവിടെ 2 പത്തിരി കഴിക്കാൻ. പത്തിരി കൊഴിച്ച് നല്ല പരിചയം. എന്നിട്ടാണ് പൊന്നും മോൻ മാസ്ക് വെച്ച പാൽക്കുപ്പി. എന്തിനാടാ മക്കളെ ജനങ്ങളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണത്? എന്നിട്ട് എനിക്ക് സെൽഫി വീഡിയോ അയച്ചത് ഞാൻ പറഞ്ഞിട്ടുണ്ടാക്കിയിട്ടല്ല കേട്ടോ, മക്കളൊക്കെ അയച്ചത് എന്റെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ വയ്ക്കുന്നതാ. എന്നിട്ട് ഓരോ പറ്റി നല്ലൊക്കെ പറഞ്ഞിട്ടുണ്ടായി. ആശാൻ പോയിട്ടുണ്ട്. എടുത്താത്തന്റെ മകന്റെ കാര്യമാണ് പറയുന്നത്. ആരും ഇന്ന് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി, ജനുവിനാണെങ്കിൽ മാത്രം അയച്ചു കൊടുക്കുന്നതാണ്. പാവം ദാരിദ്ര്യം പിടിച്ച വീഡിയോസ് മോളെ നിന്റെ മോന്റെ ഇറക്കാൻ അത്രമേൽ ദാരിദ്ര്യമാണ്. ഇതൊക്കെ യൂട്യൂബിലിട്ട് സംഭവം ലീക്കായതല്ലേ. ആ തള്ളന്റെ മോൻ എന്നോട് കാമം തോന്നി അന്ന് തൊട്ടിട്ടാണ് ഈ തള്ളന്റെ ശത്രുവായത്. അല്ലാണ്ട് നിങ്ങൾക്ക് നോക്കി പാൽക്കുപ്പി ശരിക്കും കേട്ടോളണം, നിന്റെ മദറാണ് ഈ പറയുന്നത്. ആ തള്ളന്റെ മോൻ എന്നോട് കാമം തോന്നി അന്ന് തൊട്ടിട്ടാണ് ഈ തള്ളന്റെ ശത്രുവായത്. കേട്ടല്ലോ, അതൊന്നും ഇഷ്ടം പോലെ ഇനിയുണ്ട്, ഇഷ്ടം പോലെ. കേപ്പിച്ചു തരാം മോന്റെ മേമേ. പ്രിയനെ ഒന്ന് പൊട്ടിക്കും ഞാൻ, ഉറപ്പുള്ള കാര്യല്ലേ. പൊട്ടിക്കോ? ആ പ്രിയ ഇനി ഗുരുവായിരുന്നു കല്ലുണ്ടാക്കിയ തള്ള അല്ല. ഇതിലൊരാള് പറഞ്ഞ ഒന്ന് പൊട്ടിക്കണം. ഒന്ന് വാ. ലസിത പാലക്കൽ എന്ന് പറയുന്ന അമ്മായിന ഞാൻ മറ്റേ ഫേസ്ബുക്കിൻ്റെ അകത്തൊക്കെ ബ്ലോക്ക് ആക്കിയതാണ്. ലസിത പാലക്കൽ അമ്മായി മാത്രമല്ല, ഒരു ഹരിത, ഗിരീഷ് കുമാർ, മറ്റേ പ്രിയ, അതേപോലെ എന്താ ലക്ഷ്മി കോണകത്ത് എന്നീ സ്ത്രീകളെയൊക്കെ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൻ്റെ അകത്ത് ബ്ലോക്ക് ചെയ്തിട്ടതാണ്. കാരണം ഈ ചൊറി പിടിച്ച നായ്ക്കളായിട്ടാണ് ഞാൻ ഈ സ്ത്രീകളെയൊക്കെ കാണുന്നത്. അതേപോലെ ഷെഫീന ബീബി, ഈ 5 സ്ത്രീകളെയും ഈ റോട്ടുമ്മ കിടക്കുന്ന ചൊറി പിടിച്ച നായ ഉണ്ടല്ലോ അതിന് തത്തുല്യമായിട്ട്, കാരണം ആ നായനെ പിന്നെയും ഞാൻ റെസ്പെക്ട് ചെയ്യും, അതിനേക്കാട്ടിലും മോശപ്പെട്ട സ്ത്രീകളാണ് ഇവര്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചൊറി പിടിച്ച നായകളെക്കാട്ടിലും തരം താഴ്ന്ന സ്ത്രീകളായിട്ട് അവരെ കണക്കാക്കുന്നത്. അതേപോലെ ചൊറി പിടിച്ച നായനെക്കാട്ടിലും തരം താഴ്ന്ന സ്ത്രീകളെ ആയിട്ട് ഇവരെ ഞാൻ കണക്കാക്കുന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടിലും നമ്മളെ ഫുട്പാത്തിലുള്ള ചളി ഉണ്ടല്ലോ, സ്മെല്ലടിക്കുന്നത്, ആ ചളിയായിട്ട് കണക്കാക്കുന്നൊരു വ്യക്തിയുണ്ട്, ശ്രീല പിള്ള. അവര് ഫുട്പാത്തിലുള്ള ചളി ഉണ്ടല്ലോ അതിനെക്കാട്ടിലും വൃത്തികെട്ട സ്ത്രീയാണ്. അതുകൊണ്ട് ഇത്തരം സ്ത്രീകൾ തരം താഴ്ന്ന
സ്ത്രീകള് ഫുട്പാത്തിലെ ചളിയിനെക്കാട്ടിലും തരം താണ, ചൊറി പിടിച്ച നായനെക്കാട്ടിലും തരം താണ. കേട്ടല്ലോ, ഇതും പാൽക്കുപ്പിയുടെ മദറാണ്. തെരുത്താത്തയുടെ ഉമ്മയുടെ പാരമ്പര്യം ആട്ടേറ്റെടുത്തു. ധൈര്യമായിട്ട് പറയാ ആസല് വേശിയാണ്. സൂപ്പർ വേശി. അപ്പൊ ഈ വ്യക്തി ആരാന്ന് അറിയാലോ? Not the point, eh? Very not the point. Ready? 1, 2, 3. വേശ്യ. വെടിപ്പുര വേശി. ഒഴിവാക്കിയതൊക്കെ നമ്മളെ രീതിയിൽ ഒഴിവാക്കി വിട്ടേച്ചതായിരുന്നു. വേറൊരാളുമായി കുൽസിത പ്രവൃത്തികൾ നടന്നത് കൊണ്ടാണ് സ്വന്തം ഭർത്താവ് ഇട്ടേച്ച് പോയത്. ഇത് വെറുതെ ഇട്ടേച്ച് പോയതല്ല, ആ കാലം ഇരിഞ്ഞിട്ട് പോയി. അത് രണ്ടാമത്തെ ആള്, അതായത് ബംഗ്ലാദേശിക്കാരൻ. ഈ പെണ്ണുങ്ങളുണ്ടല്ലോ കയപ്പാണ്, കയപ്പ്. ഈ പെണ്ണുങ്ങളെ ഒരു കമന്റിൽ ഞാൻ കണ്ടിക്ക്, ഇവളുടെ ജഡ്ഡിന്റെ അകത്ത് കട്ടുറുമ്പിനെ അല്ല മറ്റേ നല്ല ഇതില്ല തേളുണ്ടല്ലോ, തേളിനെ കൊണ്ടുവച്ചിടണമെന്ന്. ഓഹോഹോഹോ, ഭയങ്കരം. അതും ജെട്ടീൻ്റെ അകത്തുനിന്നൊക്കെയാണ് പറയണത്. ഇതേപോലെ പറയണമെങ്കിൽ ഇവൾക്ക് മാത്രമേ കഴിയുള്ളൂ. കേട്ടോ പാൽക്കുപ്പി മോനെ, മാസ്ക് വെച്ച പാൽക്കുപ്പി മോനെ, ഇത് നിന്റെ മദർ തന്നെയാണ് പറഞ്ഞേക്കണം. ആ തേളിട്ടാ തീരാവുന്ന കയപ്പാണ് ഇവൾ. ജെട്ടിയുടെ ഉള്ളിൽ തേളിനിടാനാണ് പറയണത്. നല്ല എക്സ്പീരിയൻസ്, അടിപൊളി, സൂപ്പർ. ഈ കയപ്പ് തീർക്കാനാണ് 4-5 ആൾക്കാരുടെ വയ്യേക്ക് ഇവള് പോയത്. എന്നിട്ട് ഇവളുടെ കയപ്പ് തീരാനിട്ടാണ് സ്വന്തം മക്കളുടെ എടുത്ത് ഇവള് പെരുമാറുന്ന വീഡിയോസ്. പടിമോന്, എന്റെ പടിമോനെ വരെ പറഞ്ഞു ആക്കോട്ടെ, നിന്റെ പടിമോന് വെറും ഷൊണ്ണയടി, ഷൊണ്ണ മന്ദബുദ്ധി അടി നിന്റെ പടിമോനെ. നല്ല കൈയല്ലേ എന്റെ, അടിപൊളി കൈയല്ലേ. തല്ലൊടി ഞാൻ നിന്ന എന്റെ കൈയിന്റെ അടി തുപ്പിയിട്ട് തല്ലു. നീ പോയി കേസ് കൊടുക്കടി മൈത്താണ്ടി മോറെ. ഈ പറഞ്ഞതും പാൽക്കുപ്പിയുടെ മദറാണ് ട്ടാ. കൈയിൻ്റെ അടിയിൽ തുപ്പിയിട്ട് തെല്ലും എന്നാണ് പറഞ്ഞത്. നിന്റെ ചെണ്ടക്കോ നോക്കിയിട്ട് നിന്റെ ഫേസിൽ ഇത് വെച്ച മോന്തക്കിട്ട് ഒറ്റയായിട്ട് ഞാൻ തരുടി. ഒരു പ്രസവിക്കാനാവാത്ത നീ പ്രസവിക്കാൻ പറ്റാത്ത മച്ചിയാണ് എന്നുള്ള കാര്യം നീ ആദ്യം മനസ്സിലാക്കണം. മച്ചി എന്നും മച്ചിയാണ് മോളെ. ഈ ദൈവം കനിഞ്ഞ് തന്നതാ നായിന്റെ മോളെ അനക്ക് ആ ഒരു യോഗമില്ലാത്തത്. കേട്ടോ, മച്ചിയെ നീന്റെ മുകളിൽ പോയി കേസ് കൊടുക്കും. മറ്റോളെ ഇനി ഒരു കാര്യം വേണം, മച്ചിയെ നീ ലൈഫ് ഓഫ് ട്രാവലിംഗ് നീ ഏത് മൈല് വേണമെങ്കിൽ വിചാരിച്ച് ചലിച്ചോണ്ടി. അനക്ക് കൊടുക്കാൻ പറ്റുന്നെങ്കിൽ കൊടുക്ക്. ആദ്യം നീ തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടായതാണെങ്കിൽ ആദ്യം ഒരു കുഞ്ഞുണ്ടാക്കി കാണിച്ചോടാ നായിന്റെ മോളെ, കാണിച്ചു. അതാണ് എനിക്കും പറയാം. എനിക്ക് 2 മക്കളുണ്ട്. എന്റെ ഉമ്മാക്ക് 3 മക്കളുണ്ട്. ഇനി വേണമെങ്കിൽ അമ്മച്ചിനെ കൂട്ടി വിളിച്ചിട്ട് അരുണാട്ടൻ തോന്നിയാസം പറഞ്ഞ കേസ് കൊടുക്ക് പോലീസ്. പാലക്കൽ അമ്മായിക്ക് പോലും ഉണ്ടടി 2 മക്കള്. നിനക്ക് എത്ര കുഞ്ഞുങ്ങളുണ്ടടി? നിനക്ക് പ്രസവിക്കാൻ പറ്റാത്തതിന്റെ ഫ്രസ്ട്രേഷൻ കാര്യം പറയാം. എല്ലാരും മച്ചിയല്ല കേട്ടോ, പ്രിയ, ലൈഫ് ഓഫ് ട്രാവലിംഗ് പ്രിയ. ഞാൻ പേര് പറഞ്ഞതാണെങ്കിൽ പോയി കേസ് കൊടുക്കേ. ഒന്നും വേണ്ടടി, നിന്റെ അമ്മ പ്രസവിച്ചില്ലേ? എന്നിട്ട് നിനക്കതിനുള്ള ഭാഗ്യം ഇല്ലാതായിപ്പോലെ എങ്ങനെ ഉണ്ടാവാനാടി? ലൈഫ് ഓഫ് ട്രാവലിംഗ് പ്രിയ ആദ്യം ഒരു കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് എടി ജസ്ന സലീമേ ഇതെന്റെ കുട്ടിയാണ് എന്ന് പറയാനുള്ള യോഗ്യതയോടുകൂടെ വാ. അരു, നമ്മുടെ പ്രിയ ചേച്ചിനെ കൊയിലാണ്ടി കണ്ട നീ എന്നാ ചെയ്യടേ? ഓടി പിടിച്ചത് പ്രിയ ചേച്ചി, നിങ്ങൾ നാട്ടിൽ വരുന്ന സമയത്ത് ഞാനും ഉണ്ടാവും, ഇവനും ഉണ്ടാവും, ഇവന്റെ അമ്മയും ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് നാട്ടിൽ വെച്ചിട്ട് ഒരു മാല സ്വീകരണം ഞാൻ തരുക. നിന്റെ ക്യാൻസർ രോഗത്തിനുള്ള ഒരു മരുന്നിന്റെ കയ്യിലുണ്ട്, മച്ചി പശു. ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ മച്ചി എന്ന് പറയല് പ്രസവിക്കാത്ത ആൾക്കാർക്കാ. എടി, ഒരു സ്ത്രീ ആയാൽ അറ്റ്ലീസ്റ്റ് ഒരു കുഞ്ഞിനെങ്കിലും ജന്മം കൊടുക്കാൻ പറ്റണം. നിന്നെ ദൈവം ഒരു കുഞ്ഞിനെ ജന്മം നൽകാൻ സമ്മതിക്കാതെ ക്യാൻസർ തന്ന് ശിക്ഷിച്ചിട്ട് പോലും ഏതായാലും രോഗം അവർക്കില്ല എന്ന് പറയുമ്പോൾ കുട്ടികളുണ്ടെന്ന് പറഞ്ഞ് കാണിക്കാനുള്ള ഗതികേട് നോക്കില്ലല്ലോ. അത് മതി. പ്രിയ, ഞാൻ വരയ്ക്കുന്നത് പോലും അതേ ഒരു ഫോട്ടോ വരച്ച പ്രിയ നിന്റെ കാലിൽ വന്ന് മാപ്പ് പറഞ്ഞ് ഞാൻ വര നിർത്തിപ്പോകും. യു ക്യാൻ ട്രൈ കേട്ടോ. 7 ജന്മം ജനിക്കണടി. ഗർഭപാത്രമില്ലാതെ പ്രസവിക്കാൻ നടക്കുന്നവളെ, അതിനെക്കാട്ട് വലിയ രസാ.
ക്യാൻസർ വന്നിട്ട് ഗർഭപാത്രമാണ് സർജറി ചെയ്ത് റിമൂവ് ചെയ്തത്. എന്നിട്ട് ഇല്ലാത്ത ഗർഭപാത്രത്തിൽ നിന്നും കുട്ടിയെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൃഷ്ണന്റെ ഫോട്ടോ വാങ്ങി സഹായിച്ചാൽ അവർക്ക് ഗർഭപാത്രം ഉണ്ടാവും. എന്തോ ഏതോ അവളുടെ ഇഷ്ടം. ഇതിനെ ഒന്ന് പൊട്ടിക്കും ഞാൻ, ഉറപ്പുള്ള കാര്യമല്ല. അപ്പം വീഡിയോ ഇനിയുണ്ട് ഇഷ്ടം പോലെ. അപ്പം മാസ്ക് വെച്ച പാൽക്കുപ്പിക്ക് ഒരു ചേട്ടൻ അടിപൊളി മറുപടി കൊടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്കൊന്ന് കേട്ടിട്ട് നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്, എന്നെ മാത്രമല്ല ഒരുപാട് സ്ത്രീകളെ പറഞ്ഞത്. അപ്പം പാൽക്കുപ്പി എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? മദറില്ലേ, പാൽക്കുപ്പിയുടെ മദർ ചെയ്ത വീഡിയോകൾ ഒന്നിങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് നോക്കുക. എന്തൊക്കെയാണ് എൻ്റെ മദർ ഇങ്ങനെ മറ്റുള്ളവരെ പറഞ്ഞേക്കണത്, അതിൻ്റെ ഇടയിൽ വന്ന ജനങ്ങളുടെ അഭിപ്രായം മീൻസ് കമൻ്റ് എന്താണ് എന്നൊക്കെ പാൽക്കുപ്പി ഒന്ന് പരിശോധിക്കുക. എന്നിട്ട് പാൽക്കുപ്പി അല്പം ബുദ്ധി പ്രയോഗിക്കൂ. മോനെ ഇങ്ങനെ എന്താ പറയുക, 3-4 നേരം ഈ മുക്കുമുട്ട തട്ടാനായിട്ട് ഇങ്ങനെ ഈ അപരാധം പറഞ്ഞുകൊണ്ട് നടക്കണ മദറിനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ നടക്കണത് മോശമല്ലേ? നിങ്ങളൊക്കെ പഠിക്കണ കുട്ടികളല്ലേ, ചെയ്യാൻ പാടില്ല മക്കളെ ഇങ്ങനെയൊന്നും. അതുമാത്രമല്ല ഈ തലയ്ക്ക് മുതിർന്നവരെ, അതായത് മൂത്ത ലിസ്തേച്ചിനെ പോലുള്ള ആളുകളെ എന്നെ ഇങ്ങനെയൊന്നും വന്നിരുന്നു പറയാൻ പാടില്ല മോനെ. എന്തിനാ ഇങ്ങനെ ശാപം വലിച്ചു വെക്കണത്? ഒന്നും പറയാൻ പാടില്ല കേട്ടാ, ഇനി ചെയ്യരുത് കേട്ടാ. ഒരു ചേട്ടൻ മോൻ്റെ മദറിന് അടിപൊളി ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ തപ്പുന്നത്, എവിടെ പോയത്? ഈ മാസ്ക് ഇട്ട് ഈ വീഡിയോ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഓരോരുത്തരെയും പേടിച്ചുകൊണ്ടാണ്. എന്റെ ഉമ്മാക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഞാനും കാണുന്നതാണ്. ഈ സോഷ്യൽ മീഡിയയിൽ കൂടി എന്റെ ഉമ്മാനെ വെച്ച് വീഡിയോ ചെയ്യുമ്പോൾ ഞങ്ങളെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ. അപ്പം ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് മദർ എന്താണ് മറ്റുള്ള സ്ത്രീകളെ പറഞ്ഞത് എന്ന് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ വെച്ചത് കേട്ടോ. അപ്പം ഇതൊക്കെ ഒന്ന് കാണുക. എനിക്ക് പറയാനുള്ളത് ലിസിഡ പാലക്കൽ. ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ തലശ്ശേരി കുട്ടിമാക്കൂൽ 21ാം വാർഡിൽ മത്സരിക്കുന്ന ലിസിഡ പാലക്കലെ കുറിച്ചാണ്. ഈ സ്ത്രീ നിരന്തരം ഞാനും എന്റെ അനിയത്തി മരണപ്പെടുമെന്നാണ് വീഡിയോ ചെയ്യുന്നത്. എനിക്ക് 15, എന്റെ അനിയത്തിക്ക് 12 വയസ്സാണുള്ളത്. ഈ സ്ത്രീക്ക് വോട്ട് ചെയ്യണമെന്ന് നിങ്ങൾ പറയുക. ഓക്കെ, ഇവിടെ അറിയാത്തവർ ചുരുക്കായിരിക്കും. ഇവിടെ പേരാണ് ജസ്ന സലീം. ഇപ്പം അതിന് ഒരു വീഡിയോ ചെയ്താണ്. ഇതിൽ പറയുന്നത് പാലക്കൽ BJP നേതാവാണ്. അവര് എന്താണ് ഈ കുട്ടീനെ മരിക്കണം എന്ന് രാജിന്നാണ്. അങ്ങനെ ഈ മകൻ മാസ്ക് ഇട്ടിട്ടാണ് വന്നത്, മാസ്ക് ഇട്ടിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കാരണവും പറയുന്നുണ്ട്. കാരണം എല്ലാവരും തെറി പറയുന്നത് കൊണ്ടും ഇപ്പോ അതിൽ മുഖം കാണിക്കാൻ താല്പര്യമില്ല, എല്ലാവരും പച്ച തെറിയാണെന്ന് മോൻ പറയുന്നത്. അപ്പൊ മോനോട് പറയാനുള്ളത് 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇവരുടെ വീഡിയോ, നിന്റെ ഉമ്മാന്റെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ താഴെ കമന്റ് ബോക്സിൽ ഇരുന്ന കമന്റുകളൊന്നും മോൻ വായിക്കാം. എത്രത്തോളം തെറികളാണ് അത് ടൈപ്പ് ചെയ്ത് വിടുന്നത്. കാരണം വെച്ചാല് അത് നിന്റെ ഉമ്മനോട് പറയുന്നത് വെച്ചാല് നല്ല നല്ല വീഡിയോസ് ചെയ്യാം. ഇവരുടെ വായാണ് പ്രശ്നം, നാക്കാണ് പ്രശ്നം. നാക്കിൽ നിന്നാല് വേണ്ടാത്ത കാര്യങ്ങളിൽ പോയി ഇടപെടുക, പിന്നെ ഇവരുടെ വീഡിയോസിൽ ഓരോ ആൾക്കാരെ പറ്റി പറയാം. അപ്പം വീഡിയോ നന്നാക്കി കഴിഞ്ഞാൽ ഒരാളും കമന്റ് ബോക്സിൽ തെറി പറയില്ല. ആദ്യം മനസ്സിലാക്കുക. സ്വയം നന്നായി കഴിഞ്ഞാൽ മോനെ താഴത്ത് നല്ല നല്ല കമന്റിലേ വരുള്ളൂ. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക, ഉമ്മാനോട് പറയാം നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ. ഇവിടെ ചെയ്യുന്ന മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ, മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്മിൽ തെറ്റിക്കുക, ആൾക്കാർ തമ്മിൽ അടിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ്. ഇവരുടെ നിന്റെ ഉമ്മാന്റെ ഈ കമന്റ് ബോക്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ വരുന്ന കമന്റുകൾ മോനെ ശ്രദ്ധിക്കുക. കാരണം ആ കമന്റിൽ 90% കമന്റുകളും പച്ചത്തെറികളാണ്. അപ്പൊ ഞാനൊരു വീഡിയോ ഇടുന്നതാണ്, ഒരുപാട് പെണ്ണുങ്ങൾ വീഡിയോ ഇടുന്നുണ്ട്. ആരുടെങ്കിലും കമന്റ് ബോക്സിൽ തെറിയുണ്ടോ? പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞ മോനെ ഉമ്മാനോട് പറഞ്ഞേക്കുക, ഞാൻ കമന്റുകളാണെങ്കിൽ കമന്റ് ബോക്സ് ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ, എല്ലാത്തിലും ഉണ്ട്. അതങ്ങ് ഓഫ് ചെയ്ത് വെക്കുക. അത് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആരും വന്ന് കമന്റ് ബോക്സ് തെറി പറയില്ല, അത് കാണില്ലല്ലോ. അത് ചെയ്യാം. പക്ഷെ നിന്റെ ഉമ്മ ചെയ്യൂല. കാരണം എന്താ പറയുമോ, ഈ കമന്റ് എടുത്തിട്ട് വേണം ഓക്ക് അടുത്ത കണ്ടന്റ് ഉണ്ടാക്കാൻ. അപ്പോ ഇതൊരു ബിസിനസ്സാണ്. അപ്പോ ആദ്യം സ്വയം നന്നായി കഴിഞ്ഞാൽ കമന്റ് ബോക്സ് തെറികളൊക്കെ കുറയും. അപ്പോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാസ്ക് ഇട്ടിട്ട് വീഡിയോ ചെയ്യേണ്ട ഒരു അവസ്ഥ വരൂല. കേട്ടല്ലോ, ഇതാണ് മാസ്ക് ഇട്ട പാൽക്കുപ്പിക്ക് എൻ്റെ മറുപടി. മോനിങ്ങനെ കീ കൊടുത്ത പാവ പോലെ അല്ലെങ്കിൽ കീ കൊടുത്ത യന്ത്രം പോലെ വന്നിരുന്ന് കാണാതെ പഠിപ്പിച്ചു വിട്ട വള്ളിപുള്ളി തെറ്റാണ്ട് ഇങ്ങനെ പറയേണ്ട കാര്യമില്ല. എന്താണ് മക്കൾ പറയണതെന്ന് മനസ്സിലാക്കിയിട്ട് മോൻ്റെ മദർ എന്താണ് ചെയ്യണതെന്ന് മനസ്സിലാക്കുക ആദ്യം.
മോൻ്റെ മദർ എന്താണ് മറ്റുള്ളവരെ പറയുന്നത്, മോൻ്റെ മദർ എന്താണ് ചെയ്യുന്നത്, മോൻ്റെ മ്യാമൻ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് മോൻ മറ്റുള്ളവരെ പഠിപ്പിച്ച് വിട്ടതായാലും ഇങ്ങനെ തലമുതിർന്നവരെ പറയാൻ ഈ പ്രായത്തിൽ നിൽക്കരുത്. കാരണം ഇതൊക്കെ വളരെ മോശമാണ് കേട്ടോ കുട്ടിയെ.